ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം രാമം രത്നകിരീടകുണ്ടലധരം കേയൂരഹാരാന്വിതം സീതാലങ്കൃതവാമവാഗമമലം സിംഹാസനസ്ഥം പ്രഭും സുഗ്രീവാദി സമസ്തവാനരഗണൈ സംസേവ്യമാനം സദാ വിശ്വാമിത്രപരാശരാദിമുനിഭിः സംസ്തൂയമാനം ഭജേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം 59-ാമത്തെ സർഗം അനന്തര കൃത്യാലോചനം. ഇനി ചെയ്യേണ്ടതിനെ പറ്റിയിട്ട് വാനരന്മാർ തമ്മിൽ ആലോചിക്കുകയാണ്. ഏതദാഖ്യായ തത്സർവം ഹനുമാൻ മാരുതാത്മജ ഭൂയസമുപചക്രാമ വചനം വക്തുമുത്തരം. ഹനുമാൻ ഇതെല്ലാം പറഞ്ഞ ശേഷം, അതായത് ലങ്കയിൽ നടന്ന എല്ലാ കാര്യങ്ങളും ചുരുക്കിയിട്ട് വാനരന്മാരോട് പറഞ്ഞു, ഇനി എന്താണ് നമുക്ക് ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാം എന്നാണ് കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനം പറഞ്ഞ് നമ്മൾ നിർത്തിയത്. ആണിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹനുമാൻ ഇതെല്ലാം പറഞ്ഞ ശേഷം മുഖ്യമായ ചില കാര്യങ്ങൾ കൂടി പറയാൻ വീണ്ടും ആരംഭിച്ചു. സബലോ രാഘവോദ്യോഗ സുഗ്രീവസ്യ ജ സംഭ്രമ ശീലമാസാദ്യ സീതായ മമജ പ്രീണിതം മന. സീതയുടെ സൗശീല്യം കണ്ട് എൻ്റെ ഹൃദയം അത്യന്തം സംപ്രീതമായി. രാമൻ്റെ ഉദ്യമവും സുഗ്രീവൻ്റെ ഉത്സാഹവും സഫലമായി തീർന്നിരിക്കുന്നു. തപസാ ധാരയേൽ ലോകാൻ ക്രുദ്ധോ വാ നിർദഹേതവി സർവദാദിപ്രവൃദ്ധോസോ രാവണോ രാക്ഷസാധിപ യസ്യതാം ത്വശതോ ഗാത്രം തപസാ ന വിനാശിത. തപസ്സുകൊണ്ട് ശക്തിയും പ്രഭാവവും നേടിയ രാക്ഷസാധിപനായി രാവണൻ ലോകങ്ങളെ സർവദാ സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ്. കോപിച്ചാൽ നശിപ്പിക്കാനും കഴിയും. സീതയെ സ്പർശിച്ച രാവണൻ്റെ ശരീരം തപശക്തി കൊണ്ടാണ് നശിക്കാതിരിക്കുന്നത്. തദഗ്നിശിഖാകുര്യ സംസ്പൃഷ്ടാപാണിനാ സതി ജനകസ്യാത്മജാകുര്യാത് യത്ക്രോധകലുഷീകൃത. ജനകപുത്രിയായി പതിവ്രത കോപകലുഷിതയായി ചെയ്യാവുന്നത് അഗ്നിജ്വാലകൾക്ക് കൂടി ചെയ്യാൻ കഴിയുന്നതല്ല. അഗ്നിജ്വാലകൾ സ്പർശിച്ചാൽ ആ വസ്തു ദഹിച്ചു ചാമ്പലാകും. അതിനേക്കാൾ തീക്ഷ്ണശക്തിയുള്ളതാണ് പതിവ്രതയായ സീതയുടെ കോപാഗ്നി എന്നാണ് ഇവിടെ ഹനുമാൻ സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനത്തെ സീതയെ തൊടുക പറഞ്ഞ ലാക്കോടുകൂടി തൊടാൻ പറ്റില്ല. അങ്ങനെ തൊട്ടാൽ രാവണൻ്റെ തല പൊട്ടിത്തെറിക്കുന്നുള്ള ശാപമുണ്ട്. ഇവിടെ അല്ലാതെ തന്നെ തേരിലെടുത്തേക്കുക അങ്ങനത്തൊക്കെ തൊട്ടൂല. അങ്ങനെ അതോടും കൂടി ആ സ്പർശം കൊണ്ടും കൂടി ശരീരം നശിക്കാതിരിക്കാൻ കാരണം രാവണൻ്റെ തപശക്തിയാണെന്നാണ് ഇവിടെ ഹനുമാൻ സൂചിപ്പിക്കുന്നത്. അശോകവനിക മധ്യേ രാവണസ്യ ദുരാത്മന അധസ്ഥാശിംശുവാവൃഷ്ടേ സാധീകരുണമസ്ഥിത. ദുരാത്മാവായ രാവണൻ്റെ അശോകവനികയുടെ നടുവിൽ ശിംശുവാവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ആ സാധീരത്നം ദുഃഖിതയായി കഴിയുന്നു. രാക്ഷസീബി പരിവൃത ശോകസന്താപകർഷിത മേഘലേഖ പരിവൃത ചന്ദ്രലേഖേവ നിഷ്പ്രഭ. കാർമേഘമാലകളാൽ മൂടപ്പെട്ട ചന്ദ്രകല പോലെ രാക്ഷസികളാൽ ചൂഴപ്പെട്ട് നിഷ്പ്രഭയും ശോകപരവശിയുമായി സീത അവിടെ കഴിയുന്നു. അചിന്തയന്തി വൈദേഹി രാവണം ബലതർപ്പിതം പതിവ്രതാജ ശുശ്രോണി അവഷ്ടബ്ധാജ ജാനകി. സ്വാതന്ത്ര്യം തടയപ്പെട്ട സുന്ദരിയായ പതിവ്രത ബലതർപ്പിതനായ രാവണനെ സ്മരിക്കുന്നേ ഇല്ല, സാരമായിട്ട് കരുതുന്നതുമില്ല. അനുരക്താഹി വൈദേഹി രാമം സർവാത്മനാശുഭ അനന്യചിത്താരാമേജ പൗലോമീവ പുരന്തരേ. എല്ലാവിധത്തിലും മംഗളസ്വരൂപിണിയും പവിത്രയുമായ വൈദേഹി ഇന്ദ്രനെ എന്ന പോലെ രാമനെ തന്നെ സദാ ചിന്തിച്ച് അദ്ദേഹത്തിൽ പൂർണ്ണ വിശ്വാസവും പ്രേമവും അർപ്പിച്ച് കഴിയുന്നു. തദേകവാസ സംവീത രജോദുസ്ത തദൈവജ ശോകസന്താപദീനാംഗി സീതാഭദ്രുഹിതേരത. പണ്ടത്തെ വസ്ത്രം തന്നെ ധരിച്ചവളും പൊടിപുരണ്ട ശരീരത്തോടു കൂടിയവളും ശോകത്താൽ മെലിഞ്ഞ ശരീരത്തോടു കൂടിയവളും ഭദ്രഹിതത്തിൽ ഉറച്ച മനസ്സോടു കൂടിയവളുമായ സീത അവിടെ വസിക്കുന്നു.
സ മയാ രാക്ഷസീ മധ്യേ തർജ്യമാനാ മുഹുർമുഹുഃ രാക്ഷസീഭിർവിരൂപാഭിർ ദൃഷ്ടാ ഹി പ്രമദാവനെ. അന്തപുര ഉദ്യാനത്തിൽ രാക്ഷസീ മധ്യത്തിൽ അവരാൽ ഭയപ്പെടുത്തപ്പെട്ട നിലയിൽ ഇരിക്കുന്ന ദേവിയെ ഞാൻ കണ്ടു. ഏകവേണീതരാധീനാമതൃചിന്താപരായണ അദ്വശയ്യാ വിവർണാംഗി പത്മിനീ വഹിമോദയേ രാവണാദ്വിനിവൃത്താർത്ഥ മർത്തവ്യകൃത നിശ്ചയ കഥഞ്ചിൻ മൃഗശാഭാഷി വിശ്വാസം ഉപബാധിത. ഏകവേണിയായി വെറും നിലത്ത് കിടക്കുന്ന മഞ്ഞുകാലത്തെ താമര പോലെ ഇരിക്കുന്ന രാവണ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വഴി കാണാതിരിക്കുന്ന ജീവനൊടുക്കാൻ തീർച്ചയാക്കിയ ദീനയായ ഭർതൃധ്യാനേകപരായണയായ ഇളമാൻ കണ്ണാളായ ദേവിക്ക് വളരെ പ്രയാസപ്പെട്ടാണ് എന്നിൽ വിശ്വാസം ഉണ്ടാക്കി തീർത്തത്. തത സംഭാഷിത ചൈവ സർവമർത്ഥം ജദർശിത രാമസുഗ്രീവ സഖ്യം ജ ശുദ്ധ പ്രീതി ഉപാഗത. അതിൽ പിന്നെ ദേവി സംഭാഷണ സന്നദ്ധയായി. ഞാൻ എല്ലാ കാര്യവും അറിയിച്ചു. രാമനും സുഗ്രീവനും തമ്മിലുണ്ടായ സഖ്യത്തെക്കുറിച്ച് കേട്ട് ദേവി സംപ്രീതയായി. നിയത സമുദാചാരോ ഭക്തിർഭർത്തരിചോത്തമ എന്ന ഹന്തി ദശഗ്രീവം സമഹാത്മാ കൃതാഗസം നിമിത്തമാത്രം രാമസ്തു വദേ തസ്യ ഭവിഷ്യതി. സദാചാരനിരതനും മഹാത്മാവും ദൃഢവ്രതനുമായ ശ്രീരാമൻ രാവണവധ വിഷയത്തിൽ കേവലം നിമിത്തം മാത്രമായി തീരും. ഭർത്താവിനോടുള്ള ഉത്തമ ഭക്തി കൊണ്ടാണ് അവർ പാപകർമ്മം ചെയ്ത് ദശഗ്രീവനെ കൊല്ലാതിരിക്കുന്നത്. പാതിവൃത്യ ശക്തിയാൽ തന്നെ സീതയ്ക്ക് രാവണനെ വധിക്കാൻ പ്രയാസമില്ല. എന്നാൽ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് ഭർത്താവിൻ്റെ സദ്യശസ്സിന് ഹാനി വരാതിരിക്കാൻ വേണ്ടിയാണ്. ഭാര്യാചോരനെ വധിക്കേണ്ട ആൾ ഭർത്താവ് തന്നെയാണ്. മാത്രമല്ല അത് ക്ഷത്രിയ ധർമ്മവുമാണെന്ന് സീതയ്ക്ക് അറിയാം എന്ന് ആശയം. സ പ്രകൃത്യൈവ തന്വംഗീ തദ്വിയോഗാച്ച ഹർഷിത പ്രതിപത്പാഠശീലസ്യ വിദ്യേവ തനുതാം ഗത. സീത പ്രകൃത്യാ തന്നെ മെലിഞ്ഞവളാണ്. ഇപ്പോൾ ഭർതൃവിയോഗത്താൽ പ്രതിപദം പറയുമ്പോൾ പ്രഥമ അധ്യയനം ചെയ്യുന്നവൻ്റെ വിദ്യ എന്ന പോലെ മുമ്പത്തേക്കാൾ അധികം ശോഷിച്ചിരിക്കുന്നു. ഏവമാസ്തേ മഹാഭാഗ സീതാ ശോകപരായണ യതത്ര പ്രതികർത്തവ്യം തത്സർവം ഉപപദ്യതാം. മഹാഭാഗയായ സീതാദേവി ഇങ്ങനെ ദുഃഖപരവശിയായി കഴിയുന്നു. ഈ കാര്യത്തിൽ അനന്തരകരണീയം എന്താണ് എങ്കിൽ നമുക്ക് ചെയ്യാം. ഇത്യാശ്രേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ സുന്ദരകാണ്ഡേ ഏകോനഷഷ്ടിതമ സർഗ. 59ാമത്തെ സർഗം സമാപ്തം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇനി അടുത്ത സർഗത്തിൽ അംഗദൻ്റെ വാക്യാണ്. അത് അടുത്ത വീഡിയോയിൽ കേൾക്കാം.